കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് സന്തോഷത്തോടും സമാധാനത്തോടുമായിരിക്കുന്നു ഞാൻ കർത്താവിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന വചനം നിങ്ങളോട് അറിയിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തികൾ 28-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി അപ്പോസ്തല പ്രവർത്തികൾ 28-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, സംശയമില്ല. കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയിലെ സന്ദേശത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്ന ദൈവവചനത്തെ നിങ്ങളോട് അറിയിച്ചിരിക്കുകയാണ്. അതിൽ നിന്നും ചില കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം 27-ാം അധ്യായത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ച് 27-ാം അധ്യായത്തിലും 28-ാം അധ്യായത്തിലും നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായിത്തീരും. 27-ാം അധ്യായത്തിൽ സുവിശേഷം നിമിത്തമായി ബദ്ധനായിരിക്കുന്ന തടവിലായ പൗലോസ് കൈസരെ അഭയം പ്രാപിച്ചതിനാലെ പൗലോസിനോട് കൂടെ ചില തടവുകാരെയും കൂട്ടിക്കൊണ്ട് കൈസരുടെ മുൻപാകെ അയക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു രംഗമാണ് നമുക്ക് 27-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ കൈസരിലെ അഭയം പ്രാപിച്ചതിനാലെ പൗലോസിനെയും തടവുകാരെയും കപ്പലിൽ കയറ്റി അയക്കുകയും അതിനോടനുബന്ധിച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ച് 27-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവിടെ വലിയൊരു പ്രതിസന്ധി അവിടെ യാത്രയിൽ സംഭവിക്കുകയും കപ്പൽ ഛേദപ്പെടുകയും പ്രാണന് ഭയം സംഭവിക്കുമോ, പ്രാണൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ പൗലോസിനോട് കൂടെയുള്ള തടവുകാർക്കും കപ്പൽ ഉടമസ്ഥനും മാലുമിക്കുമെല്ലാം ഭയമായിരിക്കുന്ന സമയത്താണ് പൗലോസിൻ്റെ അതിശക്തമായ ഒരു പ്രസ്താവന നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇപ്പോൾ നാം വായിച്ച വാക്യത്തിൻ്റെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട പൗലോസ്, ദൈവം അവിടെ നിന്നും പൗലോസിനെയും കൂടെയുള്ളവരെയും രക്ഷിച്ച് അവർ മെലീത്ത എന്ന ദ്വീപിൽ ചെന്നു ചേരുവാനായിട്ടിടയായി തീർന്നു. 28-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട പൗലോസ് കടലിൽ നിന്നും രക്ഷപ്പെട്ട് മെലീത്ത എന്ന ഒരു ദ്വീപിൽ എത്തുകയും അവിടെയുള്ള ജനങ്ങളാകിയ ബർബരന്മാർ അവരെ സ്വീകരിക്കുകയും ചെയ്ത കാര്യം നമുക്ക് 28-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവരെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കടലിൽ നിന്നും കയറി വന്നതുകൊണ്ട് തങ്ങളുടെ കുളിർ മാറുവാനായിട്ട് പൗലോസ് കുറേ വിറക് പെറുക്കി തീ കത്തിക്കുവാനായിട്ട് തുടങ്ങി. അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പൗലോസ് കുറേ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. അപ്പോൾ കുളിർ മാറുവാനായിട്ട് പൗലോസ് തീ കാഞ്ഞപ്പോൾ, വിറക് കൂട്ടി തീയിട്ടപ്പോൾ ആ വിറകിൽ നിന്നും ഒരു ദുഷ്ടജന്തു, ഒരു അണലി അവൻ്റെ കൈക്ക് പറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ ആ ജന്തു, ആ അണലി അവൻ്റെ കൈക്ക് പറ്റിയ ആ കാര്യമാണ് നമ്മൾ വായിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, സംശയമില്ല. കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും
അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ. കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും നീതി ദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. പൗലോസ് കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും ഈ ബർബറന്മാർ പറയുകയാണ്, മെലിത്ത ദ്വീപിലെ ജനങ്ങൾ പറയുകയാണ്, ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുവാൻ ഞങ്ങളുടെ നീതി ദേവി അനുവദിക്കുന്നില്ല. നീതി ദേവി അനുവദിക്കുന്നില്ല. ഈ മനുഷ്യനൊരു കൊലപാതകൻ എന്ന് ഞങ്ങൾ കാണുന്നു. കാരണം അവിടെ ചിന്താഗതി പ്രകാരം ഈ ദുഷ്ടജന്തു പൗലോസിൻ്റെ ചുറ്റി കൈക്ക് പറ്റിയിരിക്കുന്നത് കൊണ്ട് പൗലോസ് ഒരു കൊലപാതകൻ എന്നും കടലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടും ഞങ്ങളുടെ നീതി ദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് അവിടെ കാണുവാനായിട്ട് അവർ തമ്മിൽ തമ്മിൽ പറയുവാനായിട്ടിടയായിത്തീർന്നു. അവരുടെ നീതി ദേവി പൗലോസിനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് ബർബരന്മാർ തമ്മിൽ തമ്മിൽ പറയുകയാണ്. പക്ഷേ സംഭവിച്ച കാര്യം നമുക്കറിയാം. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ വായിക്കുന്നുണ്ട്, 5-ാമത്തെ വാക്യം, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. 6-ാമത്തെ വാക്യം, അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തിരുന്നു. വളരെ നേരം കാത്തിരുന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവനൊരു ദേവനെന്ന് പറഞ്ഞു. അപ്പോൾ 4-ാം വാക്യത്തിൽ പൗലോസ് ഒരു കൊലപാതകനെന്നും ഞങ്ങളുടെ നീതി ദേവി അവനെ ജീവിച്ചിരിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നും തമ്മിൽ തമ്മിൽ പറഞ്ഞ ബർബരന്മാർ 6-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പറയുകയാണ്, അവരുടെ മനസ്സ് മാറി അവർ പറയുകയാണ് പൗലോസ് ഒരു ദേവൻ. കാരണം എന്താ? അവന് ആപത്തൊന്നും സംഭവിച്ചില്ല, അവൻ മരിച്ചില്ല, അവന് ദോഷമൊന്നും സംഭവിച്ചില്ല, മരണം അവനെ പിടിച്ചില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവരുടെ മനസ്സ് മാറി ഈ ബർബരന്മാർ തമ്മിൽ തമ്മിൽ പറയുകയാണ്, ഈ മനുഷ്യൻ ഒരു ദേവൻ. അല്പസമയം മുൻപ് ഈ മനുഷ്യനൊരു കൊലപാതകനെന്നും ഞങ്ങളുടെ നീതി ദേവി ജീവിച്ചിരിക്കുവാൻ അനുവദിക്കുന്നില്ല എന്ന് പൗലോസിനെ നോക്കി പറഞ്ഞ ഈ ബർബരന്മാർ പൗലോസിൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ, ദോഷമൊന്നും സംഭവിക്കാതെ, മരണമൊന്നും സംഭവിക്കാതെ, അവൻ ചത്തു വീഴുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ നേരം കാത്തിരുന്നിട്ടും അവനൊന്നും സംഭവിച്ചില്ല എന്ന് ബർബരന്മാർ കണ്ടപ്പോൾ മനസ്സ് മാറി അവരിപ്പോൾ പറയുകയാണ് പൗലോസ് ഒരു ദേവൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ആ അണലി പൗലോസിൻ്റെ കൈക്ക് പറ്റിയിട്ടും പൗലോസിന് ആപത്തൊന്നും വന്നില്ല, ദോഷമൊന്നും സംഭവിച്ചില്ല? കാരണം എന്താണ്? ഒരുപക്ഷെ ബർബരന്മാർ ചിന്തിച്ചു, ഈ ദുഷ്ടജന്തു അവൻ്റെ കൈക്ക് പറ്റിയത് കൊണ്ട് അവൻ ജീവിച്ചിരിക്കുവാൻ ഞങ്ങളുടെ നീതി ദേവി അവനെ അനുവദിക്കുന്നില്ല എന്ന്. പക്ഷെ ഞാനിവിടെ നിന്ന് നിങ്ങൾക്കൊരു ദൂത് കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് പൗലോസ് ജീവിച്ചിരുന്നു, അവന് ദോഷം സംഭവിച്ചില്ല? ഇവർ മരണം കാത്ത് നിന്നപ്പോൾ പൗലോസിന് ഒരു ദോഷവും സംഭവിക്കാതെ ദൈവം നിർത്തുവാൻ കാരണം 27-ാം അധ്യായത്തിൽ ആ വിഷയം കിടപ്പുണ്ട്. 27-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. 27-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. 27-ന്റെ 23-ാം വാക്യത്തിൽ ശക്തമായ ദൈവിക ദർശനം, ദൂതൻ്റെ ശബ്ദം പൗലോസ് കേൾക്കുവാനായിട്ടിടയായിത്തീർന്നു. തന്നെക്കുറിച്ചുള്ള, തൻ്റെ കൂടെയുള്ള ജനത്തെക്കുറിച്ചുള്ള ശക്തമായൊരു ദൂത്, ഒരു പ്രോമിസ്, ഒരു വാക്തത്വം പൗലോസ് പ്രാപിപ്പാനായിട്ടിടയായിത്തീർന്നു. ഒരു വാക്തത്വം പ്രാപിപ്പാനായിട്ടിടയായിത്തീർന്നു. നീ കൈസരൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു, നിന്റെ കൂടെയുള്ളവർ ഞാൻ നിനക്ക് ദാനമായി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ആപത്തൊന്നും സംഭവിക്കുകയില്ല, നീ കൈസരൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വാക്തത്വം, ദൈവത്തിൻ്റെ ഹിതം അതായിരുന്നു, നീ കൈസരൻ്റെ മുൻപിൽ ആകയാൽ നിനക്ക് ദോഷമൊന്നും സംഭവിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം മൂലമായി ഞാൻ നിങ്ങൾക്ക് കൈമാറുന്ന ദൂതാണ്,
ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്നും ഒരു പ്രോമിസ് നിന്റെ മേലുണ്ടെങ്കിൽ, പ്രൈസലോ, ഒരു ശക്തിക്കും നിന്നെ തകർക്കുവാൻ കഴിയില്ല. ഒരു നീതി ദേവിക്കും നിന്നെ തൊടുവാൻ കഴിയില്ല. ഒരു ദുഷ്ട ജന്തുവിനും നിന്നെ തൊടുവാൻ കഴിയില്ലെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പൗലോസിന്റെ ജീവിതത്തിൽ ആ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് പ്രാണഭയത്തിലായിരിക്കുന്ന ആ പൗലോസ് അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട്, പൗലോസെ നീ ഭയപ്പെടരുത്, നീ കൈസറിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് ശക്തമായ ദൂത് ദൈവം അറിയിച്ച് അവനെ ബലപ്പെടുത്തി. ആ ദൂതൻ്റെ വെളിച്ചത്തിൽ, ആ വാക്തത്വത്തിൻ്റെ വെളിച്ചത്തിൽ പൗലോസ് മുൻപോട്ട് നയിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് നീ പ്രാപിച്ച വാക്തത്വം, നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നിന്റെ മേലുണ്ടെങ്കിൽ ഒരു ജന്തുവിനും നിന്നെ തൊടുവാൻ കഴിയില്ല. ഒരു ശക്തിക്കും നിന്നെ തൊടുവാൻ കഴിയില്ല. ഒരു നീതിദേവിക്കും നിന്നെ തകർക്കുവാൻ കഴിയില്ല. ഒരു ലോകശക്തിക്കും നിന്നെ തൊടുവാൻ കഴിയില്ല. കാരണം നിന്റെ മേൽ ദൈവത്തിൻ്റെ വാക്തത്വമുണ്ട്. ഹല്ലേലൂയ. നിന്റെ മേൽ ദൈവത്തിൻ്റെ വാക്തത്വം ഉള്ളതുകൊണ്ട് ഒരു നീതിദേവിക്കും പൗലോസിനെ തൊടുവാൻ കഴിഞ്ഞില്ല. പൗലോസിനെ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്ന ദൈവത്തിൻ്റെ സ്വർഗത്തിലെ വാക്തത്വം കിടക്കുമ്പോൾ ഒരു ദുഷ്ട ജന്തുവിനെ തൊടുവാൻ കഴിയുകയില്ല. ബർബരന്മാർ കാത്തുനിന്നു, വളരെ നേരം കാത്തുനിന്നു ഈ മനുഷ്യൻ്റെ മരണത്തിന് വേണ്ടിയിട്ട്. അവൻ ആപത്തൊന്നും സംഭവിച്ചില്ല, അവന് ദോഷമൊന്നും തട്ടിയില്ലെന്ന് ഈ ബർബരന്മാർ കണ്ടപ്പോൾ അടുത്ത് അവർ മനസ്സ് മാറി പറയുകയാണ്, ഈ മനുഷ്യനൊരു ദേവൻ. ഹല്ലേലൂയ. നിന്റെ വാക്തത്വം നിന്നെ മുന്നോട്ട് നയിക്കും. നീ പ്രാപിച്ച ദൈവിക ആലോചന പ്രതിസന്ധിയിൽ നിന്നോട് കൂടെ ഉണ്ടാകും. ഒരു ദുഷ്ട ജന്തുവിനോ ഒരു ദുഷ്ടശക്തിക്കോ ഒരു നീതി ദേവിക്കോ നിന്നെ തൊടുവാൻ സാധ്യമല്ല. കാരണം ദൈവത്തിൻ്റെ വാക്തത്വം നിന്റെ മേൽ കിടപ്പുണ്ട്. പൗലോസേ, എന്തുകൊണ്ട് നീ അവിടെ നിന്നും ദോഷമൊന്നും തട്ടാതെ വണ്ണം ദൈവം നിന്നെ പരിപാലിച്ചെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വാക്തത്വം നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നീ കൈസറുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ആഴ്ചയിലെ സന്ദേശമായി ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, പൗലോസിന് ഒരു ദോഷവും സംഭവിച്ചില്ല. ആ ദ്വീപുകാർ, ബർബരന്മാർ അവൻ്റെ നാശത്തെ, അവൻ്റെ മരണത്തെ, അവൻ്റെ ആപത്തെ കാണുവാൻ, അവൻ്റെ ദോഷം സംഭവിക്കുന്നത് കാണുവാനായിട്ട് ആഗ്രഹിച്ചു. വളരെ നേരം കാത്തു നിന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ദുഷ്ട ജന്തുവിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞ പൗലോസ് എന്തുകൊണ്ട് സംഭവിച്ചു? അവൻ്റെ മേൽ കിടക്കുന്ന വാക്തത്വം, അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അത്രയും വലുതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം നിങ്ങളുടെ മേൽ കിടപ്പുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നിങ്ങളെ തൊടുവാൻ സാധ്യമല്ല. ഒരു നീതിദേവിക്കും നിന്നെ തകർത്ത് കളയുവാൻ സാധ്യമല്ല. കാരണം നീ വാഗ്ദത്തം പ്രാപിച്ചവനാണ്. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നീയും ദൈവവുമായുള്ള ബന്ധം അത്രയും വലുതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നീതി ദേവിക്കും നിന്നെ തൊടുവാൻ സാധ്യമല്ല. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നതിന് മുൻപായി ഒരു കാര്യം നിങ്ങളോട് ഞാൻ അറിയിക്കട്ടെ. ദൈവത്തിൽ നിന്നും ഏതെങ്കിലും വിധത്തിൽ വാഗ്ദത്തം പ്രാപിച്ച വ്യക്തിയാണോ? ഒരു പക്ഷേ വാഗ്ദത്തങ്ങൾ നിവർത്തിയാകുവാൻ കാലതാമസം വന്നേക്കാം. ഒരു പക്ഷേ വാഗ്ദത്തങ്ങളിലേക്ക് നീ മുന്നേറുമ്പോൾ തടസ്സങ്ങൾ കടന്നു വരാം. ഞാൻ ഒരിക്കലും പ്രതിസന്ധികളില്ല എന്ന് ഞാൻ പറയുകയില്ല. വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ പ്രതിസന്ധികൾ കാരണമാക്കാം. പ്രതിസന്ധികൾ നിരന്തരമായി നമ്മൾക്ക് പിന്നാലെ കടന്നു വരാം. പ്രതിസന്ധിയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ കടന്നു വരാം. തടസ്സങ്ങൾ കടന്നു വരാം. നിന്നെ തടയുന്ന ശക്തികൾ എഴുന്നേൽക്കാം. പക്ഷേ വാഗ്ദത്തം ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ, വാക്ക് മാറാത്തവൻ, എത്തിക്കേണ്ട സ്ഥാനത്ത് നിന്നെ എത്തിച്ച് ഉയർത്തി അനുഗ്രഹിക്കുന്ന ഈ ദൈവത്തെ മഹത്വപ്പെടുത്താം. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പൗലോസിൻ്റെ മേൽ കിടന്ന വാഗ്ദത്തം അവനെ തൊടുവാൻ ഒരു ശക്തിക്കും സാധ്യമില്ലാത്തതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവമേ അങ്ങേ അവരെക്കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെടുത്തി പ്രതിസന്ധികളോടെ മുന്നോട്ട് നയിച്ച് വാഗ്ദത്തം നിവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഓരോ കർത്താവേ ജനത്തെയും വ്യക്തികളെയും അവിടുത്തെ നാമം പറഞ്ഞ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ
വാഗ്ദത്തം നിറവേറുന്നതുവരെ ഒരു ശക്തിക്കും ഞങ്ങളെ തൊടുവാൻ കഴിയുകയില്ലെന്ന് പൗലോസിൻ്റെ ചരിത്രത്തിലൂടെ ഞങ്ങൾക്ക് പഠിക്കുവാനായിടയായി തീർന്നല്ലോ. വചനം കേട്ട എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.